അജുവിലേക്ക് കൂടി. അജു, കുറച്ച് സമയമാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇത് പുറത്ത് അല്ലാതെ നിൽക്കുന്നവരെ ഈ തരത്തിൽ ആക്രമിക്കുന്നു, സൈബർ ഇടങ്ങൾ ആക്രമിക്കുന്നു പറയുമ്പോൾ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിൽക്കുന്നതേ ആ ഫീൽഡിനകത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും പലതരത്തിലാണ് അതിലുള്ള പലരെ കുറിച്ചും ഒരുപക്ഷെ ട്രോളുകളാവാം, അത്തരം റീൽസുകളൊക്കെ ആകാം. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ റീച്ചിൻ്റെ ഭാഗമാണ് എന്നാണ് പൊതുവെ പറയാനുള്ളത്. അതല്ല ഈ നേരത്തെ അനഖയോ ദിയോ ഒന്നും പറഞ്ഞതുപോലെയല്ല, ഇതൊരു പാട്രിയാർക്കി വിഷയമൊന്നുമല്ല. ആണായാലും പെണ്ണായാലും ഈ മോശം ആക്രമണത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് അജു. എന്നോടാണോ? അതെ അതെ, കേട്ടായിരുന്നോ ഞാൻ ചോദിച്ചത്? ക്ലിയർ അല്ലാതെ ഏറെക്കുറെ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടു. എനിക്ക് സൗണ്ടിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങളെ പോലെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവർ, ഇൻഫ്ലുവൻസേഴ്സും നേരിടുന്ന ഈ അധിക്ഷേപങ്ങൾ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഇതൊക്കെ റീച്ച് കൂട്ടുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്ന, നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഇത് ജെൻഡർ ഒന്നും ഇല്ലെന്ന് എല്ലാ മനുഷ്യരും അറ്റാക്ക് നേരിടുന്നുണ്ട്. സൈബർ അറ്റാക്കിനെ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല, സൈബർ അറ്റാക്കിനെ എല്ലാ തലത്തിലും എതിർക്കുകയും ചെയ്യുന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ അറ്റാക്ക് നേരിടാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പിന്നെയും ഉണ്ടാകുന്നത്. ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ ന്യൂസ് 18 ചാനൽ തന്നെ ചർച്ചയ്ക്ക് വന്ന ഒരു സംഭവമാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസ്. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ദിനം പ്രതി ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു മുഖ്യധാരാ ചാനലിലെ റിപ്പോർട്ടറും അതോടൊപ്പം തന്നെ അതിന്റെ മേധാവിയും ഒക്കെ നേരിട്ട സൈബർ ആക്രമണത്തെ നമ്മൾ കാണുകയുണ്ടായി. പിന്നെ ഇവിടെ ഈ പറയുന്ന ഒരു ഭാഗത്തെ മാത്രം, പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചൊക്കെ പറയുന്ന കേട്ടു. അതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എല്ലാ തലത്തിലുള്ള ആൾക്കാരും, പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നോ ഒന്നും ഭേദമില്ലാതെ എല്ലാവരും ഇവിടെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ട എന്റെ സുഹൃത്ത്, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു സുഹൃത്ത്, അതായത് മെൻ ഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് നേരിട്ട ഒരു അതിക്രമത്തെ പറ്റി അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്കിനെ പറ്റി ഞാൻ പറയാം. ഏകദേശം 2-3 മാസം മുമ്പാണ്. അദ്ദേഹത്തിന്റെ പേര് അഭിഷേക് ശ്രീകുമാർ എന്നാണ്. അദ്ദേഹം ഈ ബിഗ് ബോസിൽ കൂടെ ഒക്കെ ഫേമസ് ആയ ഒരു താരമാണ്. അപ്പോ ഇദ്ദേഹവും കേരളത്തിലെ ഒരു മുഖ്യധാര നടിയും കൂടെയുള്ള ഒരു ചിത്രത്തില് ഇവർ രണ്ടുകൂടി ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു. അപ്പൊ മറ്റൊരു ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് ഇത് റീഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു വാദം നടത്തുന്നുണ്ട്. ഇത് റീഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, മെന്നിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ LGBTQIA+ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന സ്ത്രീകളൊക്കെ ഡാഷാണ് എന്ന്. അതും സൈബർ അറ്റാക്ക് അല്ലേ? അങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ സൈബർ അറ്റാക്ക് നേരിടുന്നു. നമ്മൾ ആരെ അടിച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഞാനും സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുള്ള ആളാണ്. അതായത് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും അതിന്റെ അടി വരുന്ന കമന്റുകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കമന്റുകളാണ്. എല്ലാ മനുഷ്യരും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അതിനെ ആരുടെ മേലിൽ കെട്ടി ചമച്ചു വെക്കേണ്ട കാര്യമില്ല. എല്ലാവരും സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചാൽ ഈ പ്രശ്നം പകുതിയും മുക്കാലും പരിഹരിക്കും. ആൾക്കാർക്ക് എല്ലാ സമാധാനത്തോടെ സോഷ്യൽ മീഡിയ